ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയാണ് ചുട്ടെടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. അരിപ്പൊടിയും ഉപ്പും അതുപോലെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ലൂസായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്ന ദോശയാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ ഒരു ദോശ നമുക്ക് അരി അരച്ചിട്ടും ചുട്ടെടുക്കാവുന്നതാണ്. അതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് കയറി കാണുക. അപ്പം അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ദോശയും കൂടെ അതാ ചുട്ടെടുക്കുന്നുണ്ട്. ഇന്ന് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നത് മിനി മസാല ദോശയാണ്. ഈ ഒരു മസാല ദോശയുടെ ഫുൾ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവരൊന്ന് കയറി ചെക്ക് ചെയ്യാം. രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. അതുപോലെ ഒരു മസാല നമ്മൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഈ ഒരു മസാല തന്നെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയിലേക്ക് എടുക്കുന്നതും. അങ്ങനെ എല്ലാ മസാല ദോശയും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ചോറ് റെഡിയാക്കി എടുക്കണം. ചോറ് മാത്രമാണ് ഇപ്പോൾ റെഡിയാക്കുന്നുള്ളൂ. ഇന്ന് ക്ലാസ്സില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മക്കളെ സ്കൂളിൽ വിട്ടതിൻ്റെ ശേഷമാണ് കറികളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ചോറ് ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി മക്കളെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മിനി മസാല ദോശയാണ് വെച്ച് കൊടുക്കുന്നത് രണ്ടുപേർക്കും. മോൾക്ക് എക്സ്ട്രാ മസാലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മോന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മോന് സ്നാക്കായിട്ട് കൊടുത്തു വിടുന്നത് ഓറഞ്ചാണ്. അങ്ങനെ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവരെ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. അവർ ഫ്രഷായി യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് ആ സ്കൂളിലേക്ക് പോവുകയാണ്. ബസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവരെ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ഇതാ മീനൊക്കെ ഐസ് പോയിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുനാരങ്ങ നീരാണ്, ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനീഗറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് മസാല പുരട്ടി വെക്കാം. അതാ മീനൊക്കെ ഇവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോഴേക്ക് കറി റെഡിയാക്കി എടുക്കാം. കറിക്ക് വേണ്ടിയിട്ട് മത്തൻ്റെ ഇലയാണ് ഉള്ളത്. മത്തൻ്റെ ഇല ഒന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മത്തൻ്റെ ഇല നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിക്ക് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നല്ല ടേസ്റ്റാണിത്. നമുക്ക് ഏതൊരു ഇല വെച്ചിട്ട് ഈ ഒരു കറി റെഡിയാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം.
എന്നിട്ടത് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്കാനുള്ളതൊക്കെ ആദ്യം ഒന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും. അങ്ങനെ ഇതാ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് മീനൊന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് മീൻ. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പപ്പടം കൂടെ കാച്ചിയെടുത്താൽ ലഞ്ച് റെഡിയായി. അങ്ങനെ ഇതാ പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ചോറും അതുപോലെ മത്തൻ്റെ ഇലയും മീൻ ഫ്രൈയും പപ്പടവും വെളുത്തുള്ളി അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. ഇനി വൈകുന്നേരം മക്കൾ വരാനായിട്ടുണ്ട്. അപ്പോഴേക്ക് അവർക്ക് വേണ്ടിയിട്ട് സ്നാക്ക് റെഡിയാക്കാണ്. 2 പഴം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് പഴം വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അതുപോലെ നല്ല പഴുത്ത് കറുത്ത് പോയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. വെറുതെ കളയേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ നമ്മളെ ചാനലൊന്ന് കയറി കണ്ട് നോക്കുക. അങ്ങനെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ മക്കൾ വന്നു. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കൊക്കെ കൂട്ടി ചായ കുടിച്ചു. പിന്നെ മക്കളുടെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി രാത്രി മക്കൾ ന്യൂഡിൽസ് മതിയെന്ന് പറഞ്ഞു. ഒരു ചിക്കൻ ന്യൂഡിൽസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മോൾ തന്നെയാണ് ന്യൂഡിൽസ് റെഡിയാക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ഈ ഒരു മസാല വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. ഞാൻ സാധാരണ ഇതിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു നൂഡിൽസ് റെഡിയാക്കൽ. ഇന്ന് പക്ഷേ മോൾ ആ ഒരു മസാല വെച്ചിട്ട് മാത്രമാണ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ മാഗി റെഡിയാക്കിയിട്ട് അവർ രണ്ടാളും മാഗിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.